ഹായ്, കീം 2026 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാർക്ക് ഡാറ്റ ഇപ്പോൾ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം കീം എക്സാം എഴുതി അതിൻ്റെ സ്കോർ നമ്മുടെ കയ്യിലുണ്ട്. ഈ ഒരു +2ന്റെ മാർക്കും കൂടെ നിങ്ങൾ എൻട്രി ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾ റാങ്ക് ലിസ്റ്റിന് പരിഗണിക്കുള്ളൂ. അപ്പൊ അത് വിട്ടു പോകരുത്. ജൂൺ 7 വരെ മാത്രമാണ് നമുക്കിത് ചെയ്യാനുള്ള അവസരം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ കയറാം. വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം അതിനകത്ത് നിങ്ങൾക്ക് കാൻഡിഡേറ്റ് പോർട്ടൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഒക്കെ കൊടുത്തതിന് ശേഷം മാർക്ക് സബ്മിഷൻ ഫോർ എഞ്ചിനീയറിംഗ് എന്ന് കാണും. ആ മെനു ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മാർക്സ് അതിൽ എൻ്റർ ചെയ്യാം. അപ്പൊ +2ന്റെ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഈ മാർക്കുകളാണ് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത്. ഇനി കെമിസ്ട്രി പഠിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, ബയോടെക്നോളജി, ബയോളജി ഇതിന്റെ മാർക്ക് കൺസിഡർ ചെയ്യും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കയറി ഈ ഒരു പറഞ്ഞ രീതിയിൽ നമ്മൾ മാർക്ക് സബ്മിഷൻ ഫോർ എഞ്ചിനീയറിംഗ് എന്നുള്ള മെനുവിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ബോർഡ്, നിങ്ങൾ ഏത് ബോർഡിലാണ് എക്സാം എഴുതിയത്, ഇയർ ഓഫ് പാസിംഗ്, രജിസ്റ്റർ നമ്പർ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ മാർക്ക് വെബ് പേജിൽ ഡിസ്പ്ലേ ആവും. അപ്പൊ ചിലർക്ക് ചിലപ്പോൾ ഈ മാർക്ക് ഡിസ്പ്ലേ ചെയ്തൊന്നും വരില്ല. അങ്ങനെയാണെങ്കിലും പേടിക്കേണ്ട കാര്യമില്ല. മാർക്ക് ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ മാർക്ക് ലിസ്റ്റുമായിട്ട് ഓരോ ഫിഗറും നിങ്ങൾ ചെക്ക് ചെയ്യുക. മാർക്ക് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കിയതിന് ശേഷം സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്നുള്ളത് കൊടുക്കുക. ഇൻ കേസ് നമുക്ക് മാർക്ക് ഡിസ്പ്ലേ ചെയ്ത് വന്നില്ല എന്ന് വിചാരിക്കാം, വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്ക് അവിടെ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഒരു പക്ഷേ മാർക്ക് വന്നിട്ടുണ്ട്, അതിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ ചേഞ്ച് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ മാർക്ക് ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാം, മാർക്ക് ഇല്ലെങ്കിൽ എൻ്റർ ചെയ്യാം. മാർക്കിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാം, ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ മാർക്ക് ഡിസ്പ്ലേ ചെയ്തു, എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്ന് മാത്രം കൊടുത്താൽ മതി. അതേസമയം മാർക്കിൽ എന്തെങ്കിലും ചേഞ്ച് വരികയോ അതല്ല മാർക്ക് അതിൽ എൻ്റർ ചെയ്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഈ 2 കേസുകളിലും നിങ്ങളുടെ മാർക്ക് ഷീറ്റിന്റെ, അതായത് +2 മാർക്ക് ഷീറ്റിന്റെ PDF ഫോർമാറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, PDF ഫോർമാറ്റിൽ അത് അപ്ലോഡ് ചെയ്യണം. അത് സ്കാൻഡ് ഡോക്യുമെന്റ്, ക്ലിയർ ആയിരിക്കണം, റീഡബിൾ ആയിരിക്കണം, ഒരു ഡിഫക്റ്റും ഇല്ലാതെ കംപ്ലീറ്റ് ആ പേജ് നിങ്ങൾ അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ അത് കൺസിഡർ ചെയ്യുള്ളൂ. ഇനി ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ പറഞ്ഞ പോലെ സബ്മിറ്റ് മാർക്ക് ഡാറ്റ കൊടുക്കാം. ഓക്കെ, ഇനി സബ്മിറ്റ് മാർക്ക് ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇത് സോഫ്റ്റ് കോപ്പിയും ഹാർഡ് കോപ്പിയും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, നമ്മുടെ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ടാണ്. സോ ഓൾറെഡി മാർക്ക് വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്ത് നമ്മൾ സബ്മിറ്റ് മാർക്ക് ഡാറ്റ കൊടുത്തവർക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് എടുക്കാം. അതേസമയം മാർക്ക് ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ എൻ്റർ ചെയ്യുകയോ ഒക്കെ ചെയ്തവർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് ഷീറ്റിന്റെ PDF അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ മാർക്ക് ഡാറ്റ സബ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിന് നിങ്ങളെ പരിഗണിക്കുള്ളൂ. അപ്പൊ പറഞ്ഞിട്ടുള്ള ടൈമിൽ തന്നെ നിങ്ങൾ മാർക്ക് എൻ്റർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരാളും വിട്ടുപോകരുത്. നമ്മളെ എൻട്രൻസ് എക്സാം എഴുതി എന്റെ സ്കോർ വന്നു അത് വെച്ച് മാർക്ക് കിട്ടും എന്നുള്ളത് വിചാരിക്കരുത്. മാത്രമല്ല, നമ്മൾ എൻ്റർ ചെയ്യുന്ന ഫിഗർ കറക്റ്റ് ആണെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം. അതിൽ തെറ്റ് വരരുത്. കാരണം നിങ്ങളുടെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റുമായിട്ട് അത് കമ്പയർ ചെയ്തിട്ടായിരിക്കും നമ്മൾ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു എററും വരുത്താതെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഡേറ്റ് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, 7/6/2026 6 PM വരെ മാത്രമേ നമുക്ക് മാർക്ക് ഡാറ്റ എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ കീം റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് അപ്ഡേറ്റ്സും നമ്മൾ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നിങ്ങളുടെ ഒരു BTech അഡ്മിഷൻ വരെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ ചോദിക്കാം, നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.